യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തോത്രം 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 സ്തോത്രം. രക്ഷകനെ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. രാജാതിരാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടുവരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത് ഈ സ്തോത്രാതിശയമായിട്ട് ദൈവം നമ്മെ നടത്തി, ഹല്ലേലൂയ, നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത് ഈ സ്തോത്രപരാമനാമത്തിനർത്ഥം എല്ലാം കർത്താവ് നമ്മെ വിടുവിച്ചതിനായിട്ട് നമുക്ക് നന്ദി പറയാം. സ്തോത്രത്തോടും നന്ദിയോടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവപ്രവൃത്തിക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റുന്ന ദൈവം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളായിരിക്കും, പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം ആ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അല്ലെ, ഇവിടെ നമുക്ക് തിരുവചനത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആഗ്രഹമായിരുന്നു റോമിൽ കടന്നുപോയി ദൈവവചനം പറയുക എന്നത്, സുവിശേഷം അറിയിക്കുക എന്നത്. പക്ഷേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ ആഗ്രഹവുമായിട്ട് നടക്കുമ്പോൾ ആ ആഗ്രഹത്തെ ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ആലോചനയായിട്ട് കർത്താവിന്റെ ശബ്ദമാക്കി ദൈവം അതിനെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മുടെ ആഗ്രഹവുമായിട്ട് നാം നടക്കുമ്പോൾ ആ ആഗ്രഹം നിറവേറാനായിട്ട് സാധ്യത വളരെ കുറവ്. പക്ഷേ നമ്മുടെ ആഗ്രഹം അത് ദൈവത്തിൻ്റെതാക്കി മാറുമ്പോൾ ആ ദൈവത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവുമായിട്ട് കൂട്ടിമുട്ടേണ്ട ഒരു ബന്ധത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ മേൽ കിടക്കുന്ന ആ ദൈവീയത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആഗ്രഹമായിട്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുവരെ ഇല്ലാത്ത പ്രതികൂലങ്ങൾ, അതുവരെ ഇല്ലാത്ത പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഈ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ കിടന്ന ചില സ്തോത്രം ഉള്ളിക്കിടന്ന ആഗ്രഹങ്ങൾ, അത് നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധത്തിൽ ഇരുന്നപ്പോൾ അതൊരു ദൈവശബ്ദമായിട്ട് നിങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഒരിടത്തുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരുവാനായിട്ട് ഇടയത്തരും. കാരണം എന്താ? നമ്മുടെ ആഗ്രഹവുമായിട്ട് നമ്മുടെ നടന്നു കഴിയുമ്പോൾ അത് സാധാരണ അതൊരു വിഷയമല്ല. കാരണം എന്താ? ആ ആഗ്രഹം ഒരിക്കലും നിറവേറാൻ സാധ്യതയില്ല എന്ന് ശത്രുമണ്ഡലം ചിന്തിക്കും. പക്ഷെ ആ ആഗ്രഹം ദൈവത്തിൻ്റെതായി മാറുവാനായിട്ട് ഇടയായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? സാത്താൻ മണ്ഡലം ചലിക്കുവാനായിട്ട് ഇടയത്തരും. കാരണം നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ കഴിയുന്നവൻ ആ വിഷയത്തെ ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെ നിന്നും ഇവിടെ നിന്നും പലവിധ പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയത്തിൽ. പക്ഷേ ദൈവസ്വത്ത് കേട്ട ദൈവ പൈതൽ അവിടെ ഇവിടെ പൊങ്ങി വരുന്ന പ്രതികൂലത്തെ അല്ല നോക്കേണ്ടത്. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിലേക്ക് നോക്കി ആ പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരുമ്പോ ആ കൃപയെ നാം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയത്തിരും. ഒരു ദൈവ
പൈതൽ പ്രതികൂലത്തെ കണ്ട് പതറിപ്പോകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം ആലോചനയും വലിയവനും പ്രവൃത്തി ശക്തിമാനും അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി നിവർത്തിപ്പാൻ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നിവർത്തിപ്പാൻ ശക്തനെന്ന് നാം ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. അതുവരെ ഇല്ലാത്ത എതിർപ്പുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. സ്തോത്രം. പക്ഷേ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തത്തിലേക്കുള്ള മുഖാന്തരമാക്കി ദൈവം തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന തിരുവചന പ്രകാരം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ പ്രതികൂലത്തെ ദൈവം നന്മയാക്കി തീർക്കും. സ്തോത്രം. അതേ പദ്ധതികൾ ഒരുക്കുന്ന, പ്രതികൂലങ്ങൾ ഒരുക്കുന്ന ശത്രുമണ്ഡലം ചിന്തിക്കും, ഇതിനകത്ത് കൊണ്ട് തീരും, ഇതിനകത്ത് കൊണ്ട് നിന്റെ വാഗ്ദത്തങ്ങൾ തീരും, ഇതിനകത്ത് കൊണ്ട് നിന്റെ കുടുംബം ഒതുങ്ങും എന്നൊക്കെ ചിന്തിച്ച് അവർ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവം സ്തോത്ര ഹല്ലേലൂയ അതിന് അപ്പുറമായിട്ട് നമ്മെ കയറ്റി വിട്ടുകൊണ്ട് ആ പ്രതികൂലത്തെ ജയിക്കുവാനുള്ള കൃപ നമ്മുടെ മേൽ പകർന്നു തന്നുകൊണ്ട് വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ദൈവം അത്രേ. സ്തോത്രം. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നിറവേറ്റി തരും. സ്തോത്ര ഹല്ലേലൂയ. കേട്ട ദൈവശബ്ദത്തിന് മുമ്പേ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നിരന്തരമായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രിയ ദൈവമക്കളെ സ്തോത്രം, ദൈവിക വാഗ്ദത്തങ്ങളുടെ വഴികൾ നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഇവിടെ നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, അതേ സ്തോത്ര, പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്, ഭയം കടന്നു വരുന്നുണ്ട്, ഭീതി കടന്നു വരുന്നുണ്ട്. കാരണം എന്താണ്? താൻ യെരൂശലേമിൽ വെച്ച് കൊല്ലപ്പെടുമെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലും റോമില് സുവിശേഷം അറിയിക്കാനുള്ള തന്റെ പരിപാടിയൊക്കെ സഫലമായി തീരും എന്നുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പൗലോസിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കൊടുത്ത് ഉറപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം നാം ഒന്ന് മനസ്സിലാക്കണം. സ്തോത്രം. നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ കിടക്കുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു, പക്ഷേ അതിനകത്ത് തകർന്നു പോകാൻ ഇടയാക്കാതെ വേണം ദൈവ ശബ്ദത്തെ ദൈവം നമ്മുടെ മുമ്പിൽ കേൾപ്പിക്കാനായിട്ട് ഇടയെത്തിരും. കഷ്ടതയിൽ നമ്മുടെ ജീവിതത്തെ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ തന്ന് നമ്മെ ബലപ്പെടുത്തും. ഇവിടെ തീരാനായിട്ടുള്ളതല്ല, അപ്പുറത്തേക്കൊരു യാത്രയുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തും, നമ്മെ ധൈര്യപ്പെടുത്തുക. അതേ സ്തോത്ര ഹല്ലേലൂയ. അവിടെ നാം ക്ഷീണിച്ചു പോകാനായിട്ട് ദൈവം അനുവദിക്കില്ല. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിലും താൻ തകർന്നു പോകും, തന്റെ സ്തോത്ര ഈ ആഗ്രഹങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തില് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് 3 പ്രാവശ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് വ്യക്തമായിട്ട് പൗലോസിന്റെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, പല ദൈവിക ആലോചനയുടെ മുമ്പിൽ വളരെയധികം പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം, വളരെ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി ആയിരിക്കാം നീ കാണുന്നുവെന്ന്. പക്ഷേ അവിടേക്ക് ഇനി തളർന്നു പോകാതെ ഓരോ സ്റ്റെപ്പായിട്ട് ദൈവശബ്ദം നിന്നെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അധൈര്യപ്പെട്ടു പോകണ്ട. നിന്നെ ആ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. നീ ക്ഷീണിച്ചു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ആ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തന്റെ ജീവിതത്തിനകത്ത് ദൂതൻ പറയുന്ന ഒരു കാര്യം. രാത്രി കർത്താവ് അടുക്കൽ ചെന്നിട്ട് പറയുന്നത്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഈ ഒരു ദൈവശബ്ദം കേട്ട കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നു, ഞാൻ പറഞ്ഞതുപോലെ ഒരിടത്തുമില്ലാത്ത പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, തന്റെ ജീവനെതിരെ ആപത്തുകൾ, തന്നെ നശിപ്പിച്ച് കളയുവാനായിട്ടുള്ള പല പദ്ധതികളും തനിക്കെതിരായി കടന്നു വന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി കാണുന്നു. അതിന്റെ 12ാം വാക്യത്തിൽ കാണുന്നു, നേരം വെളുത്തപ്പോൾ ചില യഹൂദർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നു കളയുവോളാം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ൽ അധികം പേരായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ട പൗലോസ് തൊട്ടടുത്ത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവനെ കൊന്നു കളയുവോളം ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് കഠിനമായുള്ള ഒരു ശപഥത്തോടു കൂടി ചിലർ എഴുന്നേൽക്കുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നു.
പ്രിയതേ മക്കളെ, നമ്മൾ പറയാറില്ലേ സ്തോത്രം, അതേ സ്തോത്രം, ദൈവശബ്ദമൊന്നും കേൾക്കാതെ നടന്നപ്പോൾ കുഴപ്പമില്ല, ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴാ പ്രതികൂലങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, 11-ാം വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ 12-ാം വാക്യം നേരം വെളുത്തപ്പോൾ, രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്നു, പ്രഭാതമായി കഴിഞ്ഞപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നു ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രതിസന്ധി വർദ്ധിക്കുവാനായിട്ട്, പ്രതികൂലം തന്റെ മുമ്പിൽ കടന്നു വരുന്നത്. എന്താ? 40 പേർ കഠിനമായ ഒരു ശബ്ദത്തോടു കൂടി തന്നെ നശിപ്പിച്ചു കളയുവാനായിട്ട് പദ്ധതിയുമായി കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം, കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പേ നീ ഉറച്ചു നിൽക്കുമ്പോൾ ധൈര്യപ്പെട്ട് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കെതിരെ ആരെല്ലാം ശബ്ദം ചെയ്താലും നിന്നെ ഒടുക്കി കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാനായിട്ട്, നിന്നെ സ്തോത്രം കൊന്നു മുടിച്ചു കളയുവാനായിട്ട്, ഹല്ലേലൂയ, എന്തെല്ലാം പ്രവർത്തികൾ ഇട്ട് കഴിഞ്ഞാലും നിന്റെ ദൈവിക വാഗ്ദത്തമുണ്ടോ, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ ദൈവം അനുവദിച്ചു കൊടുക്കുകയല്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ചില ശപഥങ്ങളെ ദൈവം തമ്മിലെ പൊട്ടിച്ച് കളയും. ഹല്ലേലൂയ. അത് നിനക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള, നിന്റെ വാഗ്ദത്തത്തിന് എതിരായി പൊങ്ങി നിൽക്കുന്ന ചില ശപഥങ്ങളെ, ഹല്ലേലൂയ, ഇന്നത് വന്നിട്ടല്ലാതെ ഈ കുടുംബത്തിനകത്ത്, ഈ തലമുറയുടെ മേൽ ഇന്നത് വന്നിട്ടല്ലാതെ ഞാൻ അനങ്ങത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില ശപഥങ്ങളെ, ഹല്ലേലൂയ, ഈ പകൽക്കാല കർത്താവ് പൊട്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. രാത്രി ദൈവശബ്ദം പ്രഭാതമായപ്പോ അതേ സ്തോത്രം മറ്റുള്ളവരുടെ ശബ്ദവുമായിട്ട് അതവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ശബ്ദം ചെയ്യുന്നത് 40 അധികം പേർ, 1-2 പേർ അല്ല, പൗലൂസിനെതിരെ ശബ്ദം ചെയ്ത് കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്കറിയാം, ആരെങ്കിലും ഒരാൾ ഒരു വാക്ക് നാം കേട്ട ദൂതിനെതിരെ പറഞ്ഞു കഴിയുമ്പോ, നാം കേട്ട ദൈവശബ്ദത്തിനെതിരെ ചലിച്ചു കഴിയുമ്പോ നമ്മുടെ മനസ്സിനകത്ത് ടെൻഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പൗലൂസ് കേട്ട ദൈവശബ്ദം കേട്ടതിന്റെ തൊട്ടു പിന്നാലെ 40 പേർ ഒരേപോലെ ശബ്ദം ചെയ്ത് തനിക്കെതിരായി നിൽക്കുന്നൊരു അനുഭവം. പക്ഷെ അതിന്റെ നടുവിൽ നിന്നും എന്റെ സ്വർഗത്തിലെ ദൈവം പൗലൂസിനെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് അടുത്തു കാണുവാനായിട്ട് സാധിക്കുന്നു, കൈസരുടെ അടുക്കിലേക്ക് കടന്നുപോയി അവിടെയും തന്റെ ജീവനെതിരെ ആപത്ത് വരുത്തുവാനായിട്ട്, അവിടെ പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. ഇങ്ങനെ ഓരോ ഇടത്തായിട്ട് പൗലൂസിന്റെ ജീവിതത്തിനകത്ത് കേട്ട ദൈവശബ്ദത്തിന് വിപരീതമായിട്ട് തന്റെ ജീവനത്തിനായിട്ട് പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫെസ്തോസിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 4-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, വഴി വച്ച് അവനെ ഒടുക്കിക്കളയുവാൻ അവർ ഒരു പതിയിരിപ്പിനെ നിർത്തി. അപ്പൊ അവരുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പൗലൂസിനെ എങ്ങനെ ഒടുക്കിക്കളയണം, പൗലൂസിനെ എങ്ങനെയും കൊന്നു കളയണം, ഇത്രയും മാത്രമേ അവരുടെ മുമ്പിലായിട്ടുള്ളൂ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, എങ്ങനെയെങ്കിലും അതിന്റെ നടുവിൽ വെച്ച് കൊന്നു കളയുവാനായിട്ട് എന്ത് ചെയ്യുന്നു, വഴിയിൽ വച്ച് അവന്റെ യാത്രയുടെ മധ്യത്തിൽ വച്ച് അവനെ ഒടുക്കിക്കളയുവാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഒരു പതിയിരിപ്പിനെ നിർത്തി. സ്തോത്ര. ഹല്ലേലൂയ. ഈ പൽക്കല ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം, വഴി നിന്നെ കാക്കേണ്ടതിനായിട്ട് ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവം, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നീ കയറുമെന്ന് ചിന്തിച്ച് വഴി വച്ച് നിന്നെ നശിപ്പിച്ച് കളയുവാൻ, നിന്റെ നന്മയെ മുടക്കി കളഞ്ഞുകൊണ്ട് നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പതിയിരിക്കുന്ന ചില ശത്രു മണ്ഡലങ്ങളെ ദൈവം തമ്മിലെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായി തീരുക. അതിൽ കൂടി നീ കടന്ന് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കയറുവാനായിട്ട് ഇടയത്തിന്. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അവിടെയും പൗലൂസിനെ ഒടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ മരണത്തിന്റെ നിഴലിൽ നിന്ന് വിടുവിക്കുന്നതായ ദൈവം, ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് അടുത്തേലേക്ക് കയറ്റിവിടുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പദ്ധതികൾ ഒരുക്കുവാനേ ശത്രുവിന് കഴിയത്തുള്ളൂ. പക്ഷേ ആ പദ്ധതി ശത്രുമണ്ഡലം ഒരുക്കുമ്പോ അതിനകത്തുനിന്ന് എങ്ങനെ നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് പ്ലാനും പദ്ധതിയും എന്റെ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കും. അതുകൊണ്ട് സ്തോത്ര. ഹല്ലേലൂയ. പതിയിരിപ്പുകാരെ ഇരുത്തിക്കൊള്ളട്ടെ, കഠിനമായ ശബ്ദങ്ങളെ എടുത്തുകൊണ്ട് കടന്നു വരട്ടെ. നീ അതും ഇതും കണ്ട് അധീര്യപ്പെട്ടു പോകണ്ട, നീ ഉറപ്പും ധൈര്യത്തോട് നിൽക്കുക. സ്തോത്ര. നിന്നോട് കേൾപ്പിച്ചതായ ദൈവിക ആലോചനയിലേക്ക് നിന്നെ കരം പിടിച്ച് കയറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അവിടെ നിന്ന് നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോ പൗലൂസിന്റെ കാര്യം പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
അഗ്രിപ്പായുടെ മുമ്പിൽ അവനെ വിസ്തരിക്കുവാനായിട്ട് നിർത്തുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പൗലോസ് റോമിലേക്ക് കപ്പൽ കയറുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. ആ കപ്പൽ കയറുന്ന സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് കാണുന്നു ഒരിക്കലുമില്ലാത്ത ഒരു പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ വീണ്ടും കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. തന്റെ ജീവനെതിരായിട്ട് ഒരു പ്രതികൂലം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ കുറെ കഴിഞ്ഞിട്ട് അവന് വിരോധമായി ഈശാനമൂലൻ എന്ന ഒരു കൊടുങ്കാറ്റ് തന്റെ ജീവിതത്തിലെതിരായിട്ട് ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ ശബദം ഒരു സൈഡിലുണ്ട്, അവന് ഒടുക്കിക്കളയുവാൻ പദ്ധതിയുണ്ട്. പലരുടെ മുമ്പാകെ ഇവന് കുറ്റക്കാരനായിട്ട് നിർത്തുവാനായിട്ട്, പലരുടെ മുമ്പാകെ വിസ്തരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്ര. അതെ, അവിടെ സ്തോത്രം ചെയ്യുന്നു. അവന് വിരോധമായി ഈശാനമൂലൻ എന്ന ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം. അത് അവന്റെ നേരെ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയെത്തുന്നപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, കൊടുങ്കാറ്റിനെ അത്യന്തം മലയെന്ന് കൊണ്ട് പിറ്റേന്ന് ചരക്ക് പുറത്താക്കി. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വളരെ നാളായിട്ട് സൂര്യനെ നക്ഷത്രങ്ങളെ കാണാതെ വല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി സ്തോത്രം. തങ്ങളുടെ മുമ്പിലുള്ള പ്രതീക്ഷകൾ, തങ്ങളുടെ മുമ്പിലുള്ള ആശയൊക്കെയും, അതെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ സ്തോത്ര, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ ഇടത്താണ് കർത്താവ് എന്ത് ചെയ്യുന്നു, അവിടെ ദൂത് കൊടുത്ത് ബലപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ വീണ്ടും ഇവിടെ ആ റോമിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്രം. ആശ അറ്റുപോയി സ്തോത്രം. ഹല്ലേലൂയ. ഇനി രക്ഷപ്പെടും. കാരണം 14 ദിനരാത്രിയായിട്ട് സൂര്യനെ ചന്ദ്രനെ ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല സ്തോത്രം. ഓരോ ഘട്ടമായിട്ട് തന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്ന് രാത്രിയും കർത്താവിന്റെ ദൂതൻ ഇറങ്ങി തന്നെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, കേട്ട ദൈവ ശബ്ദത്തിന് മുമ്പാകെ നീ മുന്നോട്ട് വ്യതിചലിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതേ സ്തോത്രം, ദൈവത്തെ നീ അന്വേഷിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീരുമ്പോ അതിനകത്ത് സ്തോത്രം നീ പതറിപ്പോകും. നിന്റെ മനസ്സിനകത്ത് ഒരു ടെൻഷൻ കടന്നു വരുമ്പോ മൗനമായിട്ട് കർത്താവ് ഇരിക്കുകയല്ല, നിന്നെ കർത്താവ് ഉറപ്പിക്കേണ്ടതിനായിട്ട് വീണ്ടും ദൈവ ശബ്ദങ്ങൾ ദൈവം നിന്നെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹല്ലേലൂയ, ആരോടൊക്കെ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, കേട്ട ദൈവ ശബ്ദം ഒരു സൈഡ് നിൽക്കുമ്പോ കടന്നു പോകുന്നത് പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം, പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം. പക്ഷേ ഈ ശബ്ദം നീ കേൾക്കുമ്പോ ഒന്നുകൂടി നീ ഉറച്ചു നിൽക്കാ സ്തോത്രം. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കു മാറുകയല്ല സ്തോത്രം. നീ കടന്നു പോകുന്ന റൈറ്റ് പ്ലേസിലാണ്. ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിന്റെ മേൽ തന്നതായ ദൈവിക ശബ്ദത്തിന്റെ നിറവേറന്റെ മുമ്പിലായിരിക്കും സ്തോത്രം. ഹല്ലേലൂയ. അതെ, നമ്മോടുള്ള ദൈവിക ആലോചന നിറവേറേണ്ടതിനെ ജാഗരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, നീ തളർന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം, പൗലോസിനെ അവിടെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അതേ മരണക്കെണികൾ അവിടെ ഒരുക്കി. ഹല്ലേലൂയ. ഇവനെ കൊന്നു കളയുവോളം ഞങ്ങൾ ഒന്ന് ത്തില്ല എന്ന് പറഞ്ഞ് കഠിന ശപഥങ്ങൾ ചെയ്തവരുടെ നടുവിൽ നിന്ന്, വിസ്തരിച്ചവരുടെ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവന്നപ്പോ ഇവിടെ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആശയറ്റുപോയി. ഹല്ലേലൂയ. അവസാനം ഒരു പ്രതീക്ഷ നമ്മൾ പറയാറുണ്ടല്ലോ, അവസാനം വരെ പിടിച്ചു നിന്നു. പക്ഷെ അവസാന നിമിഷമായി പ്രിയ ദൈവമക്കൾ, അവസാനത്തോളം നാം പിടിച്ചു നിൽക്കണം. ഹല്ലേലൂയ. നാം കർത്താവ്യെ ബലപ്പെടുവാനായിട്ട് ഇടയെത്തണം, നാം ധൈര്യപ്പെടുവാനായിട്ട് ഇടയെത്തണം. അവിടെ ആ ദൈവത്തിന്റെ കരം ചലിക്കുന്ന സ്തോത്ര അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ധൈര്യത്തോടെ ഇരിക്കുവാനായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, പൗലോസ് എഴുന്നേറ്റ് മറ്റു കൂടെ ഉള്ളവരോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്രം, കൂടെയുള്ള സഹതടവുകാർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് കപ്പല് തടവുകാരനായിരുന്നുവെങ്കിലും കർത്താവിൽ ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു, പൗലോസ് സ്വതന്ത്രനായിരുന്നു. ഇപ്പോൾ പ്രിയ ദൈവമക്കളെ, ഏതെല്ലാം പ്രതിസന്ധികളും ഭാരങ്ങളും കടന്നു വന്നാല് നിന്റെ മേൽ കർത്താവ് വരുത്തിയ സ്വാതന്ത്ര്യത്തെ ബന്ധനമാക്കി കളയുവാനായിട്ട്, അതിനെ ബന്ധിക്കുവാനായിട്ട് നീ അവസരം കൊടുക്കാതിരുന്ന, നീ ആ കർത്താവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീർന്ന, ഞാൻ പറയട്ടെ, നീ അനുനിമിഷം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കും, ദൈവിക ആലോചന കേട്ടുകൊണ്ടിരിക്കും. നീ തളർന്നു പോകുകയല്ല. അതേ സ്തോത്രം, മറ്റുള്ളവരെ കൂടി ധൈര്യപ്പെടുത്തുക. നിന്റെ നാവുകൾക്ക് ദൈവം ബലം
ഉത്തേജനം തരുവാനായിട്ട് ഇടയത്തിര ദൈവം നിന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതെ, ആശയേറ്റ് പോകുമെന്ന് പറയുന്ന സാഹചര്യത്തിലും ദൈവശബ്ദം കേട്ടിട്ട് പൗലോസ് കൂടെയുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുക, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെ പ്രാണന് ഹാനി വരുത്തുകയല്ല. കിടക്കുന്നത് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ആശയേറ്റ് പോയി കിടക്കുമ്പോഴും സ്തോത്ര കേട്ട ദൈവശബ്ദമുണ്ട്. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, എത്രയൊക്കെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എന്ന് വന്നാൽ ആ കർത്താവിന്റെ ശബ്ദം നീ കേൾക്കുന്നതിന് തടസ്സമായതൊന്ന് കടന്നു വരാതെ നീ വിശ്വസ്തയോടെ നീ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ തയ്യാറായ പ്രിയ ദൈവമക്കളെ, അതിന്റെ നടുവേ നീ ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെല്ലാം ക്ഷീണിച്ചു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും നീ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് ഇടയത്തിര. നിന്നിലുള്ള പ്രകാശത്തെ കെടുത്തിക്കളയാൻ അനുവദിച്ചു കൊടുക്കല്ലേ. നിന്നിൽ വെളിപ്പെടുത്തിയതായ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് നീ അനുവദിച്ചു കൊടുക്കാതവണ നീ കർത്താവിൽ ബലപ്പെട്ടിരിക്കുക, കർത്താവിൽ ധൈര്യപ്പെട്ടിരിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ഹല്ലേലൂയ. അനുനിമിഷം ദൈവത്തിന്റെ ആ സാന്നിധ്യവും സാമീപ്യവും എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലുള്ള പ്രത്യാശയോട് കൂടി നാം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയത്തിരുമ്പോ മുമ്പിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് കയറുവാനായിട്ടുള്ള ദൈവത്തിന്റെ കൃപയെ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിനോട് കർത്താവിന്റെ ദൂതൻ രാത്രി പറഞ്ഞു, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്തവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഉറപ്പിക്കുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നു. പൗലോസ് ഇങ്ങനെ അടുത്തും പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു 14 ദിവസം ആയിട്ട് അവർ ആഹാരം കഴിക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ തലയിൽ ഒരു രോമം പോലും നഷ്ടമാക്കിയല്ല എന്ന് ഉറപ്പിച്ച തീരുമാനത്തെ അവർ പറഞ്ഞ് ആ പൗലോസ് ഉറപ്പിക്കുന്ന അനുഭവത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയതേ മക്കളെ, വീണ്ടും 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ മെലിത്ത എന്ന ദ്വീപിൽ അവർ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അവിടെയും അവരെ കാത്തിരുന്നത് നല്ല ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, പൗലോസിനെ ദൈവം നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം സ്തോത്രം. ഈ ദൈവശബ്ദം കേട്ട ശേഷം, ഈ ആലോചന കേട്ട ശേഷം തുടർന്നുള്ള ഓരോ ഭാഗത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു തനിക്കെതിരായ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടെ ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തന്നെ ഉറപ്പിച്ച് നിർത്തിയതായ ദൈവമുണ്ട്. അതിന്റെ 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു റോമിൽ തങ്ങൾ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതിന്റെ 28-ാം അധ്യായത്തെയും കാണുവാൻ സാധിക്കുന്നു. തന്റെ കയ്യിൽ അണലി അടിക്കുമ്പോഴും താനിപ്പോൾ ചത്തുവീഴും എന്ന് അത് വീർത്തുവീഴും എന്നൊക്കെ കാണുവാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. അതിന്റെ നടുവിൽ അവന് ഒന്നും പറ്റാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയതേ മക്കളെ, വാഗ്ദത്തം കേട്ട് നീ യാത്ര ചെയ്യുമ്പോ പല പ്രതിസന്ധികൾ കടന്നു വരും. പലരും നിനക്കെതിരായ ജീവൻ ആപത്ത് വരുത്താൻ നോക്കും. പലരും നിനക്കെതിരെ കെണികൾ ഒരുക്കുവാനായിട്ട് ഇടയത്തിനും. നീ ഓരോന്നിന്റെ മധ്യത്തിൽ തകരും. ഇവിടെ കൊണ്ട് വീഴും, ഇവിടെ കൊണ്ട് നശിക്കും. ഇതൊക്കെ കാണാനും കേൾക്കാനും നോക്കി നിൽക്കുന്നവർ ഒത്തിരി പേര് കാണും. പക്ഷേ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നീ വാഗ്ദത്തത്തിലേക്ക് എത്തുന്ന ഒന്നത്ര. സ്തോത്രം. നീ പകുതി വഴി വെച്ച് നിൽക്കുന്നത് കാണിക്കുന്ന ഒരു ദൈവമല്ല. നീ എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറും. കാരണം എന്താ? ദൈവമാ നിന്റെ മേൽ വാഗ്ദത്തം കൈമാറിയത്. സ്തോത്രം. ഹല്ലേലൂയ. അത് എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്ന് റോമിൽ പൗലോസ് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിന്റെ വാഗ്ദത്തത്തെ തടയുക ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അവനെതിരായി കടന്നു വരുന്ന സകല പ്രതികൂലത്തെയും എന്റെ ദൈവം തവരെ നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവിക വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അനവധി പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നു പോകേണ്ടി വരും. അനവധി കഷ്ടങ്ങളിൽ കൂടി നീ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടെ ഒക്കെയും സ്തോത്രം കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇടത്തും വലുതുമായി താങ്ങി നിന്നെ നടത്തുവാനായിട്ട് ഇടയായിത്തീരാ. ശത്രു നിന്നെ തൊടാതെ വേണം ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സുരക്ഷിതത്വവും നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരാ. ചില നഷ്ടങ്ങൾ കടന്നു വരും. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ റോമിലെത്തുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടതൊക്കെയും മെലിത്തി
കരയിൽ കൊണ്ടുപോയി ആ കപ്പലിൽ കയറ്റി കൊടുത്തൊരു ദൈവമുണ്ട്. ദൈവിക വാഗ്ദത്ത പ്രകാരം നീ യാത്ര ചെയ്യുമ്പോ അതിനകത്ത് കടന്നു വരുന്ന നഷ്ടങ്ങളെ ദൈവം തമ്പുരാൻ ലാഭമാക്കി തീർക്കാം. അതിനകത്ത് വരുന്ന നഷ്ടങ്ങളെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ മടക്കി തരുവാനിടയായിത്തീരുക. നീ ഒരു നഷ്ടത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് അയ്യോ വാഗ്ദത്തത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തി എന്ന് പറയുവാനല്ല. അതേ സ്തോത്രം, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം നിറവേറുന്ന ടൈമില് അത് പൂർണ്ണതയോടുകൂടി അത് വെളിപ്പെട്ടു വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, വാഗ്ദത്തം തന്ന ദൈവമയ്ക്ക് നിശ്ചയമായിട്ടും അവിടെ കൊണ്ട് എത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് അതേ നീ ഭാരപ്പെടണ്ട. പറയാറില്ലേ സ്തോത്രം, ദൈവശബ്ദം കേട്ട ശേഷമാണ് സ്തോത്രം ഇത്രമാത്രം പ്രതികൂലങ്ങൾ എന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റുമ്പോ ശത്രുമണ്ഡലം പ്രവർത്തിക്കുവാനായിട്ടിടയത്തിനും ചലിക്കുവാനായിട്ടിടയത്തിനും. കാരണം അത് നിറവേറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല പ്രവർത്തികൾ നിനക്കെതിരായിട്ട് പലരെയും നിന്നോട് അനുകൂലമായി നിൽക്കുന്നവരെ നിനക്കെതിരായി എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ അതൊന്നും കണ്ട് ഒരു ദൈവ പൈതൽ പതറിപ്പോകണ്ട. ഈ പകൽക്കാലം നീ ഉറച്ച് വിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി കർത്താവിന്റെ സന്നിധി നിൽക്കെ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്ന. സ്തോത്ര. ഹല്ലേലൂയ. നിന്നോട് അരുളപ്പാട് തന്ന ദൈവം വിശ്വസ്തനാകുന്ന. സ്തോത്ര. ഏതൊക്കെ സാഹചര്യത്തിൽ കൂടി കടന്നു പോയാല നിന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുക എന്റെ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നാം ദൈവസനി വിശ്വസ്തയോടെ നിൽക്കുക, ദൈവത്തിന്റെ മുഖത്ത് നോക്കി നിൽക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അതെ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ നീ ശബ്ദം കേൾക്കുമ്പോ നിന്റെ വാഗ്ദത്തത്തിനെതിരെ ചലിക്കുന്ന ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന ചില പതിയിരിപ്പുകളെ ദൈവത്തെ പൊട്ടിക്കുവാനായിട്ടിടയായിത്തീര. നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന ചില ശബദത്തിന്റെ വാക്കുകളെ ദൈവത്തെ ക്യാൻസൽ ചെയ്യുവാനായിട്ടിടയായിത്തീര. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അകാരണമായി കുറ്റം ചുമത്തുവാൻ പലരുടെ മുമ്പാകെ കുറ്റാരോപണങ്ങൾ നടത്തി നിന്നെ നശിപ്പിച്ചു കളയുക ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് നിങ്ങളെ പൊട്ടിച്ചു പുറത്തെടുക്കുവാനായിട്ടിടയായിത്തീര. ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ടിടയായിത്തീര. അതേ, നിനക്കെതിരായി കടന്നു വരുന്ന ചില കാറ്റുകളെ ദൈവത്തെ അതിനകത്തു നിന്ന് നിന്റെ ജീവന് കേട് വരാതുമെന്ന, നിന്റെ പ്രാണന് നാശം വരാതുമെന്ന, നിന്റെ തലേന്ന് രോമം തൊഴിഞ്ഞു പോകുവാൻ ഇടയാക്കാതുമെന്ന, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം മുതൽ നിന്റെ മേൽ ചലിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം തിരിച്ചറിയണം നാം ആരാണ്, നാം ഏതിന്റെ പിന്നാലെയാണ് കടന്നു പോകുന്നത്, നാം ആരുടെ ശബ്ദം കേട്ടാണ് ചലിക്കുന്നതെന്ന് നാം ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നീ കേട്ടത് ദൈവശബ്ദത്തിന്റെ മുമ്പിലാണെങ്കിൽ സ്തോത്ര, ഒരു കുറവ് നിനക്ക് വരാൻ ഇടയാക്കാത്തവണ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ കരം പിടിച്ചിരിക്കുന്നത്, നീതിയുള്ള വലക്കരം കൊണ്ട് പിടിച്ചിരിക്കുന്നത്, നിന്നെ താങ്ങി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം അത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിച്ച് ധൈര്യത്തോടെ ആയിരിക്കുക. സ്തോത്ര. പ്രതികൂലങ്ങളെ കണ്ട് നീ പതറിപ്പോകുവാനല്ല, പ്രതിസന്ധികളെ കണ്ട് നീ അധൈര്യപ്പെട്ടു പോകാനല്ല, നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കണം. നിന്റെ കൂടെയുള്ളവരെ നീ ബലപ്പെടുത്തുവാനായിട്ട് ഇടയെത്തുക. നിന്റെ മേൽ പകരപ്പെട്ട സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അതെ, മറ്റുള്ളവരുടെ മുമ്പാക്കി നീ സ്തോത്രം അതെ ബന്ധനസ്ഥനായിരിക്കാം, പക്ഷേ നീ ക്രിസ്തുവിൽ നീ സ്വതന്ത്രനായിരിക്കണം. ക്രിസ്തു നിനക്ക് വരുത്തിയ സ്വാതന്ത്ര്യത്തെ നീ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോ അവിടെ നിന്നുള്ള റൂട്ട് നിന്റെ മേൽ വരും. നീ ദൈവശബ്ദം കേൾക്കാം. നീ പ്രതിസന്ധിയുടെ മധ്യ തളരുകയില്ല. നീ മറ്റുള്ളവരെ കൂടി ധൈര്യപ്പെടുത്തിക്കൊണ്ട് നീ മുന്നോട്ട് പോകുവാനായിട്ടിടയെത്തിരും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റിക്കൊണ്ട് ദൈവം അതിനെ നിറവേറ്റി തരുവാനായിട്ടിടയത്തിലും. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഉള്ളിൽ കിടന്ന ചില ആഗ്രഹങ്ങൾ ഹല്ലേലൂയ അതേ ദൈവശബ്ദമാക്കി ദൈവം നിന്റെ മുമ്പിൽ വീണ്ടും ഉറപ്പിച്ച് തന്നുവെങ്കിൽ നിന്റെ ഉള്ളിൽ ആഗ്രഹത്തെ തന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമാ. ആ ഒരു മുള വിത്തായിട്ട് കിടന്ന ആഗ്രഹത്തെ നിന്നെ ഒന്നുകൂടി നിന്റെ ഉള്ളിൽ ചിലപ്പോൾ സംശയം വന്നായിരിക്കാം, ഇത് എന്റെ വെറും ഒരു ആഗ്രഹമാണ്, എന്റെ തോന്നലാണോ? എന്നാൽ അത് ദൈവശബ്ദമായിട്ട് നീ ഒന്നുകൂടി കേൾക്കാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഈ പകൽക്കാലം നീ ഉറച്ചു നിൽക്ക. സ്തോത്ര. അത് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തമാ. ആ ദൈവിക വാഗ്ദത്തം നിന്റെ മേൽ ദൈവം നിറവേറ്റാൻ ശക്തനത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവിക വാഗ്ദത്തം നിന്റെ മേൽ കേൾപ്പിക്കുമ്പോ നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കൂടി അതിജീവിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയും കരുതലും ദൈവത്തിന്റെ
ദൈവത്തിന്റെ പരിപാലനമോ ദൈവം നിന്റെ മേൽ പകരുവാനിടയെത്തിരും. അങ്ങനെ ഈ പൽക്കാലം വിശ്വാസത്തോട് ഉറപ്പോടു കൂടി ധൈര്യത്തോടെ ആയിരിക്കുക. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്തോത്രം. കുഞ്ഞെ പ്രശ്നങ്ങളെ കണ്ട് ഭാരങ്ങളെ കണ്ട് ഹല്ലേലൂയ നിന്നെ തകർക്കുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പേ നീ അധൈര്യപ്പെട്ടു പോകേണ്ട. സ്തോത്രം. നാം ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് നിറവേറ്റി തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ കണ്ട് നീ പതറിപ്പോകുവാനല്ല, നീ കർത്താവിന്റെ സന്നി ഉറച്ചു നിൽക്കുക. സ്തോത്ര. നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നീ സകല പ്രതികൂലങ്ങളെ ഓവർകം ചെയ്ത് ദൈവത്തിന്റെ ആലോചന പ്രകാരം നിന്റെ ആഗ്രഹങ്ങളെ ദൈവം പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നിന്റെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തിന്റെ ആലോചനയുമായിട്ട് ദൈവം നിന്നെ മുന്നോട്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. അതേ സ്തോത്ര. പ്രതിസന്ധിയുടെ മധ്യ നീ തകർന്നു പോകത്തില്ല, നീ അതിനെ ഓവർകം ചെയ്യും. കർത്താവ് കൃപ തൽക്ക്. നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിരിക്കും. കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ പ്രിയ ദൈവമക്കളെ നീ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടത് ദൈവശബ്ദമാകണമെങ്കിൽ നീ ഉറച്ചു നിൽക്കുക. സ്തോത്ര. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കണ്ട് സിറ്റുവേഷനെ കണ്ട് നീ അധൈര്യപ്പെട്ടു പോകണ്ട. സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ ഉള്ള കരത്തിൽ വഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ ദൈവത്തിന്റെ ആലോചനയെ നിറവേറ്റി തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ആഗ്രഹത്തെ അങ്ങയുടെ ആലോചനയാക്കി മാറ്റിക്കൊണ്ട് അപ്പൊ അതിന് നിറവേറ്റുന്ന ഒരു സർവശക്തനായിരിക്കും ദൈവമായിരിക്കും. സ്തോത്രം. കർത്താവേ, കടന്നു വന്ന ഓരോ പ്രതിസന്ധിയുടെ നടുവിലും കർത്താവെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ടപ്പോഴും അവനെ കൊന്നുകളയോളം കർത്താവെ ഒന്നും കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് ശപഥം ചെയ്തവരുടെ നടുവിലും മാറ്റി വിസ്തരിച്ചവരുടെ നടുവിലും പൗലൂസിനെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി നിർത്തി ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചപ്പോഴും അതേ സ്തോത്രം കർത്താവ് മേലിത്തയിൽ കടന്നു വന്ന പ്രതിസന്ധിയുടെ മത്തിലും തളർന്നു പോകാൻ ഇടയാക്കാത്തവണ റോമിലെത്തിച്ചതായ ദൈവത്തിന്റെ കരം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, ഇവര് ദൈവിക ആലോചന പ്രകാരം മുന്നോട്ട് പോകുമ്പോ വഴിയിൽ പതിയിരിക്കുന്ന സകല കെണികൾക്കകത്തു നിന്നും കർത്താവിനെ വിടുവിച്ച് കാക്കണമേ. ഒന്നിനകത്തും ഇവര് തളർന്നു പോകാൻ ഇടയാകാതെ ഓരോന്നിന്റെ മേൽ ഇവര് ജയിച്ചു കയറി വിശ്വസ്തയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് ഈ പൽക്കാലം ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കയറട്ടെ. കർത്താവെ, വാഗ്ദത്തങ്ങളിലെ വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തിന്റെ കാലം ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്നവരുടെ ദൈവത്തിന്റെ അസാധാരണമായി കൃപ ചലിക്കട്ടെ. കർത്താവെ, അവരെ ധൈര്യപ്പെടുത്തുന്ന പകൽക്കാലമായി തീരട്ടെ. അവരുടെ മേൽ കടന്നു വരുന്ന ചില ഭയങ്ങൾ ഇനി ആ വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. ചില നിരാശകൾ മാറട്ടെ കർത്താവെ. ചില ആകുലതകൾ മാറി കർത്താവിൽ ഉറപ്പും ധൈര്യത്തോടുമായിരിക്കട്ടെ. കർത്താവെ, വാഗ്ദത്തങ്ങളിലേക്ക് ഇവരെ കയറട്ടെ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.